നമസ്കാരം, ദിയാസ് കിച്ചൻ റൂമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഐറ്റമാണ്. അതായത് ലഞ്ചിന് ചോറിനെക്കാട്ടിലും ചപ്പാത്തിനെക്കാട്ടിലും ഏവർക്കും പ്രിയം ബിരിയാണി ആയിരിക്കും. ബിരിയാണി തയ്യാറാക്കുമ്പോൾ നമ്മൾ വീട്ടമ്മമാർക്കും വളരെ എളുപ്പത്തിൽ ജോലി തീർക്കുകയും ചെയ്യാം. അപ്പോൾ ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് മുട്ട കൊണ്ടുള്ളൊരു ബിരിയാണിയാണ്. ഇത് വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കാം. മാക്സിമം ഒരു 10 മുതൽ 15 മിനിറ്റിനുള്ളിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ബിരിയാണിയാണ്. അപ്പോൾ ഇത് തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ ഫ്രണ്ട്സായിട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യണേ. എങ്ങനെ തയ്യാറാക്കാൻ കണ്ടു നോക്കാം. അതിനായി 250 ml കപ്പിൽ 2 കപ്പ് കൈമ റൈസ് എടുക്കുന്നുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ സാധാരണ ബസ്മതി റൈസ് എടുത്താലും മതിയാവും. ഇത് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുറഞ്ഞതൊരു 20 മിനിറ്റ് നേരമെങ്കിലും വെള്ളത്തിലൊന്ന് കുതിർക്കാനായിട്ട് വെക്കാം. ഇനി അടുത്തതായിട്ട് 5 മുട്ട പുഴുങ്ങിയതിന് ശേഷം അതിൻ്റെ തോടൊക്കെ മാറ്റിയെടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് വരഞ്ഞെടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ മുട്ടയ്ക്കുള്ളിൽ മസാല പിടിക്കും. ഇനി നമുക്ക് ബിരിയാണി തയ്യാറാക്കി തുടങ്ങാം. അതിന് വേണ്ടിയിട്ട് ഒരു പാനിലോട്ട് ഒരു ചെറിയ സ്പൂണ് എണ്ണ ഒഴിച്ചു കൊടുക്കുക. എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ഫ്ലെയിം ഒന്ന് ഓഫാക്കി വയ്ക്കുക. അതിനുശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇതിൽ ഇട്ട് കൊടുക്കാം. ഇനി പാന് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചെടുക്കുക. അതായത് നമ്മൾ ചേർത്ത മസാലകളൊക്കെ മുട്ടയിൽ നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഒരു 1-2 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, മസാല ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ തീരെ സിമ്മിലാക്കി തന്നെ വെക്കണേ. അങ്ങനെ നമ്മുടെ മുട്ട ഏതാണ്ട് ഫ്രൈ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് മാറ്റി വയ്ക്കാം. ഇനി അടുത്തായിട്ടൊരു കുക്കറിലോട്ട് 2 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും 2 ചെറിയ സ്പൂണ് നെയ്യും കൂടി ചേർക്കുന്നുണ്ട്. അടുത്തായിട്ട് ഹോൾ ഗരം മസാല, 1 സ്റ്റാർ, 4 ഗ്രാമ്പു പട്ട, 3 ഏലം, ബേ ലീവ്സ് ഇതും കൂടി ചേർത്തെടുക്കാം. ഇനി ഇത് നന്നായിട്ട് ആ നെയ്യിലും എണ്ണയിലും കിടന്ന് നല്ല മൂത്ത് നല്ലൊരു മണം വരുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തായിട്ട് ഒരു വലിയ സവാള നീളത്തിൽ കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർത്തെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തതിന് ശേഷം സവാള ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്നവരൊന്ന് വഴറ്റിയെടുക്കാം. ചെറിയ സവാളയാണെങ്കിൽ 2 വരെ ചേർക്കാം. ഇപ്പോൾ ഉള്ളി ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് ആയിട്ടുണ്ട്. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്നുണ്ട്. ഈ സമയം നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്. ഒന്നുകിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ഞാനിപ്പോൾ ചതച്ചാട്ടോ ചേർക്കുന്നത്. ചതച്ച് ചേർക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ്. ഇത് 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ആദ്യമേ തന്നെ ഇഞ്ചി വെളുത്തുള്ളി ചേർത്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള ചാൻസസ് ഉണ്ട്. അതുകൊണ്ടാണ് ഈ സമയത്ത് ചേർത്തത്. ഇപ്പോൾ നോക്കുക, ഉള്ളിയുടെ കളറൊക്കെ മാറി ഒരു ലൈറ്റ് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജ് എത്തണം. എരിവിന് വേണ്ടിയിട്ട് 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്ലെയിം തീരെ സിമ്മിലാക്കി വയ്ക്കുക. മസാലകൾ ചേർക്കാനായിട്ടുള്ളതാണ്. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ ഒന്നുകിൽ ഗരം മസാല അല്ലെങ്കിൽ ബിരിയാണി മസാല ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കുക. അതായത് മസാലകളുടെ പച്ചമണം നന്നായിട്ടൊന്ന് മാറിക്കിട്ടണം. ഈ സമയം ഫ്ലെയിം കൂടി പോകരുതേ, എന്നാൽ പിന്നെ മസാല പെട്ടെന്ന് തന്നെ മൂത്ത് പോവും. ഇപ്പോൾ മസാലയുടെ പച്ചമണമൊക്കെ മാറി നന്നായിട്ടൊന്ന് മൂത്ത് നല്ലൊരു മണം വരുന്നുണ്ട്. ഇനി ഇതിലോട്ട് 2 ഇടത്തരം വലിപ്പമുള്ള ടൊമാറ്റോ ചെറുതായിട്ട് കട്ട് ചെയ്തേക്കുന്നതും കൂടി ചേർത്തെടുക്കാം. ഇനി ഈ ടൊമാറ്റോയും മസാലയും കൂടി നന്നായിട്ടൊന്ന് യോജിച്ച് കിട്ടുകയും വേണം. അതുപോലെ തന്നെ ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് സോഫ്റ്റായിട്ട് കിട്ടുകയും വേണം. അതിന് വേണ്ടിയിട്ട് 1-2 മിനിറ്റ് അടച്ചു വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. വിസിലൊന്നും വെക്കേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഇങ്ങനെ ലിഡ് അടച്ചു കൊടുത്താൽ മതിയാകും. ഇപ്പോൾ 2 മുതൽ 3 മിനിറ്റ് ആയിട്ടുണ്ട്. ടൊമാറ്റോ നന്നായിട്ടൊന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട്. സ്പൂൺ വെച്ചിട്ട് ടൊമാറ്റോ ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുക്കുക. 2 ടേബിൾ സ്പൂൺ തൈരും കൂടി ചേർക്കുന്നുണ്ട്. തൈര് ഇതുപോലെ ഒരു ബൗളിൽ ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കണേ. ഒട്ടും കട്ട് ചെയ്യുന്ന ഉണ്ടാവാനായിട്ട് പാടില്ല. അതും കൂടി ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. തൈര് ചേർത്തതിന് ശേഷം 1 മിനിറ്റ് നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കണേ. അങ്ങനെ നമ്മുടെ മസാല റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തായിട്ട് അരി വേവിക്കാൻ ആവശ്യമുള്ള വെള്ളം ഒഴിക്കുന്നുണ്ട്. നമ്മൾ ഏത് കപ്പിലാണോ അരി അളന്നെടുത്തത് ആ സെയിം കപ്പിൽ 3 കപ്പ് വെള്ളമാണ് ഒഴിക്കുന്നത്. ഞാനിപ്പോൾ ചെറിയ ചൂടുവെള്ളമാണ് ഒഴിക്കുന്നത്. തണുത്ത വെള്ളത്തിനെക്കാട്ടിലും നല്ലത് ചൂടുവെള്ളം ഒഴിക്കുന്നതാണ്. വെള്ളം കൂടി പോരുത്. അതുപോലെ തന്നെ വെള്ളം കുറഞ്ഞാലും കുഴപ്പമാണ്. അപ്പോൾ കറക്റ്റ് അളവിൽ തന്നെ വെള്ളം ചേർക്കുക. കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർത്തെടുക്കുക. ശരിക്കും ഈ മല്ലിയിലയും പുതിന ഇലയും കൂടി ചേർക്കുമ്പോഴാണ് ബിരിയാണിയുടെ കറക്റ്റ് ഒരു ഫ്ലേവർ കിട്ടുക. ഇനി നന്നായിട്ടൊന്ന് മിക്സാക്കിയതിന് ശേഷം നന്നായിട്ടും തിളപ്പിച്ചെടുക്കുക. ചൂടുവെള്ളം ഒഴിച്ചുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തിളച്ച് കിട്ടും. ഇപ്പോൾ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന അരി വെള്ളം മാറ്റിയതിന് ശേഷം ഇതിലോട്ട് ഇട്ട് കൊടുക്കുക. ഈ സമയം ആവശ്യത്തിന് ഉപ്പും കൂടി ചേർക്കുക.
കൂടെ തന്നെ പകുതി നാരങ്ങയുടെ നീരും കൂടി ചേർക്കാം. ഇതിൽ ടൊമാറ്റോയും തൈരൊക്കെ ചേർക്കുന്നുണ്ട് തന്നെ പകുതി നാരങ്ങയുടെ നീര് മതിയാവും. ഇനി മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക. കാരണം അരി കുതിർത്ത് വെച്ചുകൊണ്ട് തന്നെ ചിലപ്പോൾ പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. ഇനി ലിഡ് അടച്ചതിന് ശേഷം 4 മിനിറ്റ് അടച്ച് വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കുക. ഇപ്പോൾ വിസിൽ വെക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചിട്ട് ഇപ്പോൾ ഒരു 4 മിനിറ്റ് ആയിട്ടുണ്ട്. ഈ സമയം ഉപ്പ് നോക്കുക. ഉപ്പ് ആവശ്യമാണെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി നമ്മൾ റെഡിയാക്കി വെച്ചേക്കുന്ന മുട്ട ഓരോന്നായിട്ട് ഇങ്ങനെ വെച്ചുകൊടുക്കുക. ഇപ്പോൾ അരി ഏതാണ്ട് പകുതി വേവ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ചേർത്ത വെള്ളവും ചെറുതായിട്ടൊന്ന് കുറഞ്ഞു തുടങ്ങിയിട്ടുണ്ട് അല്ലേ. കുറച്ച് മല്ലിയില, പുതിനയില. ഇനി ഒരു നുള്ള് ഗരം മസാല ഇതുപോലെ ഒന്ന് വിതറി കൊടുക്കുക. കൂടി പോകരുതേ. കൂടെ തന്നെ ഒരു ചെറിയ സ്പൂണ് നെയ്യും. ഫ്ലെയിം ഒന്ന് സിമ്മിലാക്കിയതിന് ശേഷം ലിഡ് അടച്ചെടുക്കാം. ഇനി വിസിൽ വെച്ചതിന് ശേഷം 7 മിനിറ്റ് ആകുമ്പോൾ ഗ്യാസ് ഓഫാക്കുക. ടൈമും കൂടി പോകല് കുറഞ്ഞും പോകരുത്. കറക്റ്റ് ഒരു 7 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഗ്യാസ് ഓഫാക്കണേ. ഒരു 7 മിനിറ്റ് വരെ കൂടെ തന്നെ നിൽക്കണേ. അങ്ങനെ കറക്റ്റ് ഒരു 7 മിനിറ്റ് ആയപ്പോൾ ഗ്യാസ് ഓഫാക്കി. അതിനുശേഷം പെട്ടെന്ന് തുറക്കില്ല കേട്ടോ. അതിൻ്റെ പ്രഷറൊക്കെ പോകുന്നവരെ വെയിറ്റ് ചെയ്യുക. അതായത് ഒരു 10 മുതൽ 15 മിനിറ്റ് അങ്ങനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. അതിനുശേഷം മാത്രമേ ലിഡ് ഓപ്പൺ ആക്കാവൂ. ഇപ്പോൾ പ്രഷർ നന്നായിട്ടൊന്ന് പോയിട്ടുണ്ട്. ലിഡ് ഓപ്പൺ ആക്കി നോക്കാം. അങ്ങനെ നമ്മുടെ സ്വാദേറിയ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അരിയൊക്കെ പാകത്തിന് വെന്തിട്ടുണ്ട്. നല്ല മണം കേട്ടോ വരുന്നത്. ഒരു സ്പൂൺ ഉപയോഗിച്ചിട്ട് മുട്ട ഒന്ന് എടുത്ത് മാറ്റാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് മിക്സ് ആക്കുമ്പോൾ മുട്ട പൊടിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ആദ്യമേ മുട്ട എടുത്ത് മാറ്റുന്നത്. അതിനുശേഷം മെല്ലെ ഒന്ന് മിക്സാക്കി എടുക്കുക. ചോറ് കണ്ടോ നല്ല പാകത്തിന് വെന്തിട്ടുണ്ട്. അതുപോലെ കുഴഞ്ഞു പോയിട്ടുമില്ല. ഇനി നമുക്കൊരു പ്ലേറ്റിലോട്ട് സെർവ് ചെയ്യാം. അങ്ങനെ സ്വാദേറിയ മുട്ട ബിരിയാണി റെഡി ആയിട്ടുണ്ട്. വളരെ ഈസി അല്ലേ തയ്യാറാക്കാനായിട്ട്. അതുപോലെ തന്നെ വളരെ കുറച്ച് മസാല മാത്രമേ ചേർത്തിട്ടുള്ളൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു ബിരിയാണിയാണ്. തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കും കൂടെ അറിയിക്കാൻ മറക്കരുതേ. ഇതുപോലെ വേറെ റെസിപ്പി കാണാം. പറ്റുന്ന പോലെ സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.